ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂജ ഇനി മനുഷ്യരുടെ മുഖത്ത് നോക്കണ്ട, നിന്റെ മുഖം വികൃതമാവണമെന്നും പറഞ്ഞൊരു മുട്ടത്തോടിനകത്ത് നിറച്ച് ആസിഡ് നിറച്ച് ഈ പങ്കജ് വന്നു. എന്നിട്ട് പൂജയുടെ മുഖത്തേക്ക് ഒഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അപ്പു അങ്ങോട്ടേക്ക് വരുന്നത്. ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങും. അപ്പു ഒന്ന് കൈക്ക് കയറി പിടിച്ചു. ഇല്ലടാ, പൂജയെ ദ്രോഹിക്കാൻ ഇനി നിന്നെ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അപ്പു അവനെ എടുത്തിട്ട് പെരുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നാട്ടുകാർ മുഴുവൻ അവിടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. പൂജ ഒരു നിമിഷത്തേക്ക് ശരിക്കും ടെൻഷൻ അടിച്ചു പോയി. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടി, അയ്യോ വിട്, അയ്യോ വിട്, അയ്യോ വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൂജ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് കൊണ്ട് സുമിത്ര അങ്ങോട്ടേക്ക് ഓടി വന്നു. സുമിത്ര ഓടി വന്നിട്ട് വിട് മോനെ, അപ്പു വിട്, ആരെങ്കിലും ഒന്ന് സഹായിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ വന്ന് പങ്കജിനെയും അപ്പുവിനെയും പിടിച്ചു മാറ്റി. അപ്പം എന്നെ വിടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. അപ്പം ഞാൻ തോറ്റെന്ന് വിചാരിക്കേണ്ട, ഞാൻ ഇനിയും വരുമെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പറയുന്നു. ജയിലിൽ പോകേണ്ടി വന്നാലും ഇവളെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് പറയുക. അപ്പോഴേക്കും പൂജ വല്ലാതെ ആയിട്ടോ. അപ്പം നമുക്ക് കാണാടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പു. അപ്പോൾ കാണാടാ എന്നും പറഞ്ഞുകൊണ്ട് പങ്കജും. പിന്നെ ഉന്തും തള്ളും പിടിയും കഴിഞ്ഞിട്ട് പങ്കജ് അങ്ങ് പോയപ്പോഴും എന്നും പറഞ്ഞ് കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോണത്. പങ്കജ് പോയപ്പോൾ പൂജയും സുമിത്രയും അപ്പുവും ഒക്കെ ഇങ്ങനെ ആകെ വേറെ വെറുത്തതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, പേടിച്ച്. ഈ സമയത്ത് മോനെ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് സുമിത്ര അപ്പുവിനോട് ചോദിച്ചു. അപ്പോൾ ഇല്ല അപ്പച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അപ്പു പറഞ്ഞു. അപ്പം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പൂജയെ സമാധാനിപ്പിക്കാൻ നോക്കുക. പൂജയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. കാരണം പൂജയുടെ കയ്യിൽ നിന്ന് വന്ന ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അവൻ ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പോൾ അവനെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരിൽ പോലീസിലൊരു പരാതി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതിയെന്നും പറഞ്ഞിട്ട് സുമിത്ര മക്കളോട് രണ്ടുപേരോടും പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രീനിലയാണ്. അപ്പോൾ സുമിത്ര ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അനിരുദ്ധും നമ്മുടെ പ്രതീക്ഷയും കൂടെ വന്നു. അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വിവാഹത്തിന് സമ്മതമാണെന്നുള്ള കാര്യം സുമിത്ര പറയുക. ഇത് കേട്ടപ്പോൾ രണ്ട് മക്കളും അമ്പരപ്പോട് കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് സുമിത്ര പറയുകയും ചെയ്തു. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് എന്നിങ്ങനെ പറയുമ്പോൾ മക്കൾക്ക് രണ്ടുപേർക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങൾ പറയുന്ന ആളിനെ തന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഇവർക്ക് സന്തോഷം തന്നെ. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ അത് പാലിക്കണമെന്ന് പറഞ്ഞു. പെണ്ണ് കാണൽ ചടങ്ങടക്കം ഒരു ചടങ്ങും ഇതിൽ പാടില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരും ആകെ വല്ലാണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വിവാഹത്തിന് മുൻപ് വരനോ ബന്ധുക്കളോ എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത്, എനിക്കത് ഇഷ്ടമല്ലെന്നും സുമിത്ര പറയുകയും ചെയ്തു. അപ്പോൾ ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ സുമിത്രയുടെ ഡിമാൻഡുകളാണ് ഇതൊക്കെ. പിന്നെ പുറത്തുനിന്ന് ഒരാളെ പോലും വിവാഹത്തിന് ക്ഷണിക്കാനും പാടില്ല എന്നും സുമിത്ര പറയുന്നു. അപ്പം അത് കേട്ടപ്പോഴും ഇവർക്ക് വിഷമമായി. വിവാഹ ദിവസം ഒരു സാധാരണ സാരി മാത്രമേ ഞാൻ ഉടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം സുമിത്ര. അണിഞ്ഞൊരുങ്ങാനോ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനോ ആരും എന്നെ നിർബന്ധിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഒരു നിബന്ധനകളായിപ്പോയി ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ വിവാഹത്തിന് സദ്യയോ മറ്റാഘോഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേ, ഇതൊക്കെ നമ്മളെങ്ങനെ അവരോട് പറയുമെന്ന് ചോദിച്ചപ്പോൾ പറയണം, പറഞ്ഞേ പറ്റൂ. അങ്ങനെ സമ്മതിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഈ വിവാഹം വേണ്ടാന്ന് നമ്മുടെ സുമിത്ര മക്കളോട് പറയാം. അപ്പോഴത്തേക്ക് സരസ്വതിയമ്മ വന്നു. സുമിത്രേ, നീ ഇത് എന്താ അസംബന്ധം ഈ കാണിക്കാൻ പോകുന്നത്? നീ ഇതിന് സമ്മതിക്കരുത് മോളെ. മൂന്നാം കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായം നാണമില്ലേ നിനക്ക്? ഈ മൂന്നാം കല്യാണം കഴിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്കെന്നൊക്കെ സുമിത്രയോട് ചോദിക്കാം അമ്മ. ഇവന്മാർക്കോ വിവരോ ബോധമോ ഇല്ല. നീയും അതിൻ്റെയൊക്കെ കൂടെ കിടന്ന് തുള്ളാൻ നിൽക്കുകയാണോ സുമിത്രേ? കല്യാണ പെണ്ണ് വന്നിരിക്കുന്നു. അപ്പം അമ്മ എന്നോട് ക്ഷമിക്കണം എന്നും സുമിത്രയും പറഞ്ഞു. ഞാൻ എൻ്റെ മക്കൾ പറയുന്നത് അനുസരിക്കുന്നു, അത്രമാത്രം. അതിനമ്മ വേറെ അർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ടെന്ന് സുമിത്ര നേരെ സരസ്വതി അമ്മയോട് പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞ് സുമിത്ര അങ്ങ് പോയി. അപ്പോൾ നിനക്കൊക്കെ എന്താടാ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് സരസ്വതിയമ്മ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അനിരുദ്ധ് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന്. അവളുടെ സന്തോഷം എന്താണെന്ന് നീയൊക്കെയാണോടാ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു. അന്നേരം സരസ്വതിയമ്മ, ഈ കല്യാണാലോചന അതിവിടം കൊണ്ട് നിർത്തിക്കൊള്ളണം, നിനക്കൊക്കെ അവൾ അത്രയ്ക്ക് ശല്യമായോടാന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മ ഇക്കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് പ്രതീക്ഷയും അനിരുദ്ധും കൂടെ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോഴും സരസ്വതിയമ്മ വിഷമിച്ചെങ്ങനെ നിൽക്കാം. എൻ്റെ ദൈവമേ, ഈ വീടിൻ്റെ അഭിമാനം നിന്റെ കയ്യിലാണ്, നീ കാത്ത് രക്ഷിക്കണേ, ഇത് എന്താണോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അവിടെ നിൽക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കാൻ നമ്മുടെ സച്ചിൻ ഇങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. ഇതിൽ പരം സന്തോഷം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം തന്നെ പറഞ്ഞേക്കായിട്ടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് ശീതൾ അതിലാണ് വരുന്നത്. ശീതൾ വന്നപ്പോൾ ആൾ നല്ല സന്തോഷത്തിലാണല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പം അമ്മ കല്യാണത്തിന് സമ്മതിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പം ഈ കല്യാണം നടക്കണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അമ്മയ്ക്ക് കുറേ ഡിമാൻഡുകളുണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം സച്ചിൻ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ
നമ്മുടെ ശീതളൊന്നും വല്ലാതെയായി. എന്നാലും സാരമില്ല, അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് സന്തോഷം ഇനിയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മകൾ ഇങ്ങനെ അവിടെ നിന്ന് സന്തോഷിക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്ന രഞ്ജിതേനെയാണ്. രഞ്ജിത ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അരവിന്ദൻ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചോ, അറിഞ്ഞോ, ആരാ, എന്താ, എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അറിഞ്ഞല്ലേ, പറയും ഇപ്പം തന്നെ പറയാമെന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു. രഞ്ജു ഒരു വിശേഷം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ രഞ്ജിത ചോദിച്ചു എന്ത് വിശേഷമാണെന്ന്. ആ ശ്രീനിലയത്തിൽ വീണ്ടും ഒരു കല്യാണം നടക്കാൻ പോവാന്ന് പറഞ്ഞു. ആരുടെയാണെന്ന് ചോദിച്ചപ്പം സുമിത്രയുടേതാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രഞ്ജിത ഞെട്ടി. സുമിത്രയുടെ കല്യാണം? ആ, സുമിത്രയുടെ കല്യാണം തന്നെ. മക്കളെല്ലാരും കൂടെ ചേർന്ന് അമ്മയെ പുതിയ കല്യാണം കഴിപ്പിക്കാനായിട്ട് തുടങ്ങുക. ഇവൾക്ക് ജീവിതകാലം മുഴുവൻ ഇത് തന്നെയാണോ പണി എന്ന് രഞ്ജിത എന്തായാലും ചോദിച്ചു. ഒന്നും രണ്ടും കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാമത്തേതോ? ഈ പ്രായത്തിൽ ഇവർക്ക് നാണമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പം അതെ, അതിനൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു ഇയാൾ. അപ്പം എന്താന്ന് ചോദിച്ചപ്പം കഴിഞ്ഞ ദിവസം സുമിത്ര ഹോസ്പിറ്റലിലായ കാര്യം ഞാൻ രഞ്ജുവിനോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞായിരുന്നു. സുമിത്രയെ ചികിത്സിച്ച ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ കല്യാണം നടക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്നും മക്കൾക്കും തോന്നി പോലും. അതാണ് സംഭവം. അവൾക്കും മക്കൾക്കും ഭ്രാന്ത. ചാകാൻ കുഴിയിലേക്ക് കാലം നീട്ടി ഇരിക്കുമ്പോൾ മൂന്നാം കല്യാണം കഴിക്കാൻ പോകുന്നു. ഇവളെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലുക വേണ്ടത്. അല്ല, ആരാ പുതിയ വരൻ? അതെനിക്കറിയില്ല രഞ്ജു, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഏതോ ഒരു ബിസിനസ്സുകാരനാണെന്നാ കേട്ടത്. മക്കളെല്ലാവരും കൂടെ ചേർന്ന് സുമിത്രയെ നിർബന്ധിച്ചു പോലും. ആദ്യമൊന്നും സുമിത്ര അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ മക്കളുടെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നെന്നാ പറഞ്ഞത്. എന്നാ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഉണ്ടെന്നാ കേട്ടത്. ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് ആ വിവാഹത്തിനൊന്ന് പോകണമെന്ന് രഞ്ജു പറഞ്ഞപ്പോൾ എന്തിനാ എന്ന് ചോദിച്ചു ഭർത്താവ്. അവളുടെ കല്യാണം അത് കാണണം. അവളെ ആരാ കെട്ടുന്നത് എന്ന് എനിക്ക് അറിയണം. അവൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനവും അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അതെന്തായാലും കൊള്ളാം, അടിപൊളി, നല്ല ഉഗ്രൻ ഐഡിയ ആണ് രഞ്ജു എന്നും പറഞ്ഞ് അരവിന്ദൻ നിൽക്കുമ്പം അരവിന്ദേട്ടാ അവൾ ആരെയാ വിവാഹം കഴിക്കുന്നതെന്ന് എത്രയും പെട്ടെന്നൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള മാർഗങ്ങൾ നോക്കണമെന്നും. അവൾ ആരെയെങ്കിലും കെട്ടട്ടെ, ഇനി ഇവൾക്ക് എന്തിനാ? പിന്നെ എനിക്ക് സമാധാനം വേണമെങ്കിൽ ഇനി ആ ഒരു വിവരം ഇവക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. കണ്ടുപിടിക്കാതെ നിവർത്തിയില്ലല്ലോ, നോക്കിക്കോ ഞാനത് കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് സുമിത്ര റൂമിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കൾ അങ്ങോട്ടേക്ക് കയറി ചെന്നു. ആൻറ്റിയോട് ഇവർക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് അനന്യാണ് മുഖപുരമൊക്കെ ഇടുന്നത്. അപ്പോൾ ഇവർക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ഇടനിലക്കാരിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇവർക്ക് എന്നോട് നേരിട്ട് പറഞ്ഞുകൂടെ എന്ന് സുമിത്ര ചോദിക്കാം. എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മറ്റൊന്നും അല്ലമ്മേ, എന്തായാലും കല്യാണമൊക്കെ തീരുമാനിച്ചു. മിനിമം ഒരു പെണ്ണ് കാണൽ ചടങ്ങെങ്കിലും വേണ്ടതായിരുന്നു എന്ന് നമ്മുടെ പ്രതീക്ഷ പറയുക. പക്ഷേ അമ്മ അതിനും സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ പ്രതീക്ഷ. വിശ്വനാഥൻ സാറ് അതും അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പം വിശ്വനാഥ് അങ്ങനെയാണോ പേര് എന്ന് സുമിത്ര ചോദിച്ചപ്പം അമ്മയെന്താ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചാൽ അനിരുദ്ധ്. നിങ്ങളൊക്കെ അല്ലേ ഇപ്പം ഈ വീട്ടിലെ ഭരണാധികാരികൾ. അപ്പം പിന്നെ അതൊക്കെ ഞാൻ അതിൻ്റെ രീതിയിൽ നിൽക്കണ്ടേ, പിന്നെ എനിക്ക് കളിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു സുമിത്ര ഇങ്ങനെ അവരെ ഒരു ഇതാക്കി ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. ആ സമയത്ത് എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ എന്നും ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ വിശ്വനാഥൻ സാറിൻ്റെ ഒരു ഫോട്ടോ അമ്മയെ കാണിക്കാനാണ് വന്നത് എന്ന് പറയുമ്പം സുമിത്ര ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുക. അപ്പോൾ പ്രതീക്ഷ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുമ്പം സുമിത്രയ്ക്ക് കാണണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചില്ലേ, അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും അംഗീകരിച്ചതാണല്ലോ, പിന്നെന്തിനാ ഇതൊക്കെ എന്നെ കാണിക്കുന്നത്, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് കാണണ്ടേ എന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടല്ലോ, പിന്നെ നിങ്ങൾ സംസാരിക്കുകയും ചെയ്തില്ലേ, അത് മതി, ധാരാളം മതിയെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ നിൽക്കുക. അമ്മയ്ക്ക് ചേർന്ന ഒരു ബന്ധമായിരിക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, അത് മാത്രം മതിയെന്നും സുമിത്ര ഇങ്ങനെ മക്കളോട് പറയാം. അപ്പോൾ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ അമ്മയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ നോക്കാവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, എടുത്തോണ്ട് പോടാ, ഇതിവിടെ വെക്കണ്ട, തിരികെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജോത്സ്യരെ കാണാൻ പോവാ, പോയി തീയതി കുറിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ മക്കളും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരസ്വതിയമ്മ ഇങ്ങോട്ടേക്ക് വന്നു. ഇവൾക്ക് പോലും ഇങ്ങനെ ഒരു കല്യാണത്തിന് താല്പര്യമില്ല, നീയൊക്കെ എന്തിനാ ഇവളുടെ തലയിൽ ഇങ്ങനെ ഒരു കല്യാണം വെച്ച് കിട്ടുന്നതെന്ന് വന്ന് സരസ്വതിയമ്മ ചോദിക്കുക. നിങ്ങൾക്കൊക്കെ ഇവൾ അത്രയ്ക്ക് ശല്യമായോ എന്നൊക്കെ ചോദിച്ചപ്പം അച്ചമ്മ എന്തു പറഞ്ഞാലും ഈ കല്യാണം നടക്കും എന്ന് തന്നെ പറയുന്നു നമ്മുടെ പ്രതീക്ഷ. ഞങ്ങളുടെ അമ്മ എന്നും സന്തോഷവതിയായിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം ഇതിനേക്കാളും ഭേദം ഇവളെ നീയൊക്കെ കൊണ്ടുപോയി കടലിൽ കെട്ടി താഴ്ത്തുന്നതായിരുന്നടാ. ഈ വരുന്നവൻ എങ്ങനെയുള്ളവനാണെന്ന് ആർക്കറിയാമെന്നും ഇവളെ അവൻ നല്ലതുപോലെ നോക്കുവോ, അതോ ഭാവിയിൽ അവൻ ഇവൾക്കൊരു ഭാരമായി മാറുമെന്നൊക്കെ ചോദിച്ചു സരസ്വതിയമ്മ.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മകൻ്റെ സ്ഥാനത്ത് ഇവളുടെ ഭർത്താവായിട്ട് വേറൊരുത്തനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഈ വീട്ടിൽ വെച്ച് ഒരു പെണ്ണ് കാണൽ വേണ്ട എന്ന് പോലും അമ്മ പറഞ്ഞതെന്നും, പിന്നെ കല്യാണം കഴിച്ച് ഭർത്താവ് ഭാര്യയുടെ വീട്ടിലല്ലല്ലോ താമസിക്കാൻ പോകുന്നത്, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ എന്നൊക്കെ അനിരുദ്ധ് പറയുമ്പോൾ, നിർത്തടാ, എന്താടാ നിൻ്റെയൊക്കെ മനസ്സിലെ ഉദ്ദേശം? നീയൊക്കെ എന്താ കരുതി വെച്ചിരിക്കണത്? ഇവളെ ഇവിടെ നിന്ന് കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇറക്കി വിടാമെന്നാണോ കരുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് ഞാൻ സമ്മതിക്കത്തില്ലടാന്നും പറഞ്ഞ് സരസ്വതി അമ്മ സുമിത്രയ്ക്ക് വേണ്ടി കിടന്ന് വാദിക്കുവാണ്. സുമിത്രേ, ദേ, നീ ഇതിനെ സമ്മതിക്കരുത്. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇതൊന്നും വേണ്ടാന്ന്? നിന്റെ കഷ്ടകാലത്തിനായിരിക്കും നീ ഈ കല്യാണം കഴിക്കാൻ പോകുന്നത്, നോക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പറയുമ്പോഴും കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നമ്മുടെ സുമിത്ര അവിടെ നിൽക്കുക. ആ സമയത്ത് അച്ഛൻ ഇനി ഇതിനൊന്നും ഇടങ്കോലിട്ട് വരണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോളാം, അതിലൊന്നും അച്ഛൻ ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞ് അനിരുദ്ധ് കട്ടായം അങ്ങ് പറഞ്ഞു. അതും പറഞ്ഞ് മക്കൾ അങ്ങ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ നീയും കൊള്ളാം നിന്റെ മക്കളും കൊള്ളാവുന്ന സരസ്വതി അമ്മ എല്ലാത്തിൻ്റെയും തലയിൽ നെല്ലിക്കാത്തളം വെക്കണം, അതാ വേണ്ടതെന്ന് പറഞ്ഞ് സരസ്വതിയമ്മ പോയി. ഒരു മുതുകല്യാണം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സരസ്വതിയമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സുമിത്ര ആലോചിച്ച് റൂമിൽ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ അവർ ഇതേ പോയി എല്ലാ കാര്യങ്ങളും നടത്തി വന്നു. അപ്പോൾ അദ്ദേഹവും ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹവും ബന്ധുക്കളെ ഒന്നും കൊണ്ടുവരില്ല, അദ്ദേഹം തന്നെയാണ് വിവാഹത്തിന് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കാം. അത്യാവശ്യം വേണ്ടവരൊക്കെ നമുക്ക് വിളിക്കാം, അവരെ കല്യാണത്തിന് ക്ഷണിച്ചതായി അവരോട് പറയാൻ പോകണ്ടെന്നൊക്കെ പ്രതീക്ഷ പറഞ്ഞു. കല്യാണത്തിന് അമ്മ അവരെ കാണുമ്പോൾ നമ്മൾ പിന്നെ എന്തു പറയും എന്ന് അനന്യ ചോദിച്ചപ്പം അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു ഈ അനിരുദ്ധ്. വിളിക്കുന്ന എല്ലാവരോടും ഇക്കാര്യം പറയണമെന്നും അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ അവർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വന്നതാണെന്ന് പറയണമെന്നുള്ള കാര്യങ്ങളും അനിരുദ്ധ് പറയാം. ആ സമയത്ത് അവിടെ വെച്ച് കല്യാണത്തിൻ്റെ വിവരം അറിഞ്ഞതാണെന്നും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അമ്മ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അമ്മ വിശ്വസിച്ചോളും, പിന്നെ അതിനെ നമ്മൾ ഒരുപാട് പേരെയൊന്നും വിളിക്കാൻ പോകുന്നില്ലല്ലോ, ഏറ്റവും അടുത്ത ചിലരെ മാത്രമല്ലേ വിളിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അമ്മയ്ക്ക് സാരിയും ആഭരണങ്ങളും ഒക്കെ വാങ്ങണ്ടേ എന്ന് ചോദിച്ചു അനന്യ. അപ്പം ചേച്ചി അതൊന്നും അമ്മ സമ്മതിക്കില്ല, അമ്മ പറഞ്ഞത് കേട്ടില്ല എന്ന് ചോദിച്ചപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അമ്മ പോലും അറിയാതെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ വിശ്വനാഥൻ സാറ് അമ്മയെ ഒരു കല്യാണ പെണ്ണായി കാണണം, അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഇഷ്ടം നടപ്പിലാക്കുക, ഇതൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കാം. അപ്പോൾ വിശ്വനാഥനും പുതിയ ഡിമാൻഡുണ്ട്, സുമിത്രയ്ക്കും പുതിയ ഡിമാൻഡുകളുണ്ട്. രണ്ടുപേരും പരസ്പരം കണ്ടിട്ടുമില്ല, അതിന് നമ്മളൊന്നും ചെയ്യാനില്ല, അമ്മയോട് തന്നെ നേരിട്ട് ചോദിക്കാവുന്ന അനന്യ അമ്മ അനുവദിച്ചാൽ മാത്രമേ ആ കൂടിക്കാഴ്ച നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വനാഥന് ആദ്യമായി സുമിത്ര ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് അമ്മയോട് ഇതൊന്നും ചെന്ന് സംസാരിച്ചാലെന്ന് ചോദിച്ചപ്പോൾ സംസാരിച്ചാൽ അമ്മ ഉറപ്പായിട്ടും മുടക്കേ പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനന്യയോടും അനിരുദ്ധിനോടും നമ്മുടെ പ്രതീക്ഷ പറയുക. അപ്പോൾ എന്നാലും വേണ്ടില്ല, നമുക്കൊന്ന് പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവർ പോവുക. അപ്പോൾ ഇതെന്താ വീണ്ടും എല്ലാവരും കൂടെ എങ്ങോട്ടെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ, അമ്മേ ജ്യോത്സ്യൻ മുഹൂർത്തം കുറിച്ച് തന്നെന്ന് പറഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 11 മണിക്കാണെന്ന് പറഞ്ഞപ്പം ഇത്രയ്ക്കൊക്കെ അടുത്ത് വേണമായിരുന്നോ എന്ന് ചോദിച്ചു. വിവാഹത്തിന് ഇപ്പം സമ്മതിക്കേണ്ടിയിരുന്നില്ല എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് അനിരുദ്ധ സുമിത്രയോട് ചോദിക്കുമ്പോൾ സുമിത്ര ഇങ്ങനെ ഒന്നും മിണ്ടാതെ തല തിരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അമ്മേ ഒരു കാര്യം കൂടി ഉണ്ടമ്മേ. അപ്പോൾ എന്ത് കാര്യമെന്ന് ചോദിച്ചു. പൂജ അത് പറയുന്നത്, അത് മറ്റൊന്നുമല്ല, വിശ്വനാഥൻ സാറിന് അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, ഫോണിലായാലും മതിയെന്നാ പറഞ്ഞത് എന്നിങ്ങനെ സുമിത്ര കേട്ടപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇതിൻ്റെയൊക്കെ അവസാനം എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു കല്യാണവും രോഹിത്തും സുമിത്രയും തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി 2 ദിവസം കൂടിയാണ് നമ്മുടെ ഈ കല്യാണവും കഥയും ഒക്കെ ഉള്ളൂ. അതിനുശേഷം ക്ലൈമാക്സിലൂടെ നമ്മുടെ കഥ എന്നേക്കുമായി അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ.